നൃപൻ വളരെ തിരക്കി നിൽക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. നമുക്ക് ആ കോൺഗ്രസിന്റെ പ്രതിസന്ധിയുടെ ഭാഗം കൂടി ഈ വിഷയത്തിന്റെ കൂടെ തന്നെ എടുത്തു പോകാമെന്ന് ഞാൻ കരുതുന്നു. വളരെ വേഗത്തിൽ അതൊക്കെ തീർക്കാം നമുക്ക്, കാരണം മറ്റു വാർത്തകളിലേക്കൊക്കെ പോകണമല്ലോ. നൃപൻ, ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഒരു വലിയ പ്രതീതി പരക്കുന്നുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ ആ രീതിയിൽ വാർത്ത വരുന്നുണ്ടായിരുന്നല്ലോ, ഉടൻ നടപടി ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ പ്രചരണത്തിന് ആയുസ് അല്പസമയമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നു അങ്ങനെ നടപടി സ്വീകരിക്കേണ്ട സമയമായിട്ടില്ല എന്ന അർത്ഥം വരുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വരികയാണ്. എന്തുകൊണ്ടായിരിക്കാം നൃപൻ ഇത്രയധികം ആക്ഷേപങ്ങൾ കേട്ടിട്ടും ഈ തെളിവുകളൊക്കെ ഇത്രയും ശക്തമായി നിന്നിട്ടും ഈ അവസാന നിമിഷവും അയാളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നത്? മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തോട് പറയുമ്പോഴും പക്ഷേ നമ്മൾ കാണുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുകയോ ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തെയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ ചോദ്യം എത്രയോ ദിവസങ്ങളായി നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നൃപൻ. തീർച്ചയായും മനു, കാരണം ഷാഫി പറമ്പിൽ എന്നൊരു നേതാവ് ഇത്രയേറെ സമ്മർദ്ദം ചെലുത്തിയാൽ അദ്ദേഹത്തിന് രാഹുൽ തൻ്റെ പ്രിയ തോഴനാണ് എന്ന് പറഞ്ഞ വാദമുയർത്തി സംരക്ഷണം ഒരുക്കിയാൽ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ ഘട്ടത്തിൽ ഇനി 5 ദിവസങ്ങൾ മാത്രം ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ബാക്കിയുള്ളപ്പോൾ എന്തുകൊണ്ട് വഴങ്ങിക്കൊടുക്കുന്നു എന്ന കാര്യം അത് വളരെ ഏറ്റവും ഗൗരവതരമായ കാര്യമാണ്. കാരണം എല്ലാ കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിക്ക് ഈ ഷാഫിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നു. അദ്ദേഹം സ്ഥാനം ഒഴിയുമ്പോൾ പാലക്കാട് അദ്ദേഹത്തെ തന്നെ രാഹുലിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന കാര്യം ഷാഫി വാശി പിടിക്കുന്നു. ആ വാശിക്ക് മുന്നിൽ കേരളത്തിലെ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, AICC അംഗങ്ങളടക്കമുള്ള നേതാക്കളെല്ലാം വഴങ്ങിക്കൊടുക്കുന്നു. അതിനുശേഷം ഇത്രയും വലിയ കേസുണ്ടായി ഈ വലിയ ഗൗരവതരമായ പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസ് നേരിടുമ്പോഴും ഷാഫിയുടെ സമ്മർദ്ദത്തിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം വഴങ്ങുന്നു. കാരണം എന്തുകൊണ്ടാണ് ഇത്രയേറെ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അവസാനം മുല്ലപ്പള്ളി രാമചന്ദ്രനും VN സുധീരനും അടക്കമുള്ള നേതാക്കളിരുന്ന പദവിയിലാണ് സണ്ണി ജോസഫ് എന്ന KPCC അധ്യക്ഷൻ ഇരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ സണ്ണി ജോസഫ് പറയുന്നത് ഉചിതമായ സമയത്ത് നടപടികൾ സ്വീകരിക്കും, നേരത്തെ തന്നെ നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞു എന്ന കാര്യം കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സണ്ണി ജോസഫ് പറയുകയാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാകും എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ ഇത്രമേൽ ഇവർ ഭയക്കുന്നു? ഭയക്കാൻ തക്കതായ കാരണങ്ങൾ, ഒരു KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് മാത്രമാണ്, മറ്റും വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. ഈ കേരളത്തിൽ കോൺഗ്രസിന് നിരവധി MP മാരുണ്ട്, മുൻ MLA മാരുണ്ട്. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ സമ്മർദ്ദത്തിൽ മാത്രം എന്തുകൊണ്ടാണ് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുതൽ കേരളത്തിലെ KPCC അധ്യക്ഷനും VD സതീശനും രമേശ് ചെന്നിത്തലയും മുതിർന്ന നേതാക്കൾ K സുധാകരൻ അടക്കം എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടാത്തൊരു സമസ്യയായി തുടരുന്നത്. എന്തോ മറച്ചു വയ്ക്കാൻ ഈ നേതാക്കൾക്കെല്ലാം ഉണ്ട് എന്നതാണ്. അത് അത്തരം ഒരു പ്രതികരണം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്നത്. ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലും കഴിഞ്ഞ ദിവസം ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴും ഈ വെട്ടുകിളി കൂട്ടം പൂർണ്ണമായി ഈ പറഞ്ഞ സൈബർ ഗ്രൂപ്പിൽ പൂർണ്ണമായി പിന്തുണ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും കൊടുക്കുകയാണ്. മനു, എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു? കാരണം കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൻ്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും ഇപ്പോഴുമുണ്ട് എന്ന സന്ദേശം പാർട്ടി അണികൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. ഈ സൈബർ വെട്ടുകളി ഗ്രൂപ്പുകൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പോരാട്ടം ഈ പ്ലാറ്റ്ഫോമിൽ നടത്തുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ സന്ദേശം അവർക്ക് വ്യക്തമാണ്. എന്തുകൊണ്ട് ആദ്യഘട്ടത്തിലെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിൽ, സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെങ്കിൽ, MLA പദവി രാജിവെച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാവുമായിരുന്നില്ല എന്ന് മുതിർന്ന നേതാക്കളടക്കം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം A ഗ്രൂപ്പിൽ നേതാക്കളൊക്കെ തന്നെ അടിയന്തരമായി രാജിവെപ്പിക്കണം, MLA പദവി രാജിവെപ്പിക്കണം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന സന്ദേശം KPCC ജനറൽ സെക്രട്ടറിക്ക് നൽകി. നമ്മൾ അവസാനം അറിയുന്നത് M ഹസൻ അടക്കമുള്ള നേതാക്കളും ഒപ്പം തന്നെ സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കൾ ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുന്നോട്ട് വെച്ചതാണ്. നിയമപരമായ നടപടികൾ ഇപ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കുകയല്ലേ, അത് പൂർത്തിയാകട്ടെ, അപ്പോൾ നടപടിയെടുക്കാം എന്ന നിലപാടിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ AICCക്കും കൈവിടേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. കാരണം അവസാനം രണ്ടാമത് കൊടുത്ത അതിജീവിത കൊടുത്ത പരാതി AICC ജനറൽ സെക്രട്ടറിക്കും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എത്തിയിട്ടുണ്ട്. ദീപാദാസ് മുൻഷി നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമഗ്രമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി AICCയിൽ നിന്ന് KC വേണുഗോപാൽ പിന്തുണച്ചാൽ പോലും രാഹുലിനെ സംരക്ഷിക്കാനുള്ള നടപടിയിലേക്ക് AICC പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്നിട്ടും ഇത്രയും ഒക്കെ ആയിട്ടും വിവാദങ്ങൾ കുടുങ്ങി നിന്നിട്ടും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ആയിട്ടും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റ വരി കൊണ്ട് പിന്നെ KPCC ആസ്ഥാനത്ത് നിന്ന് പുറത്തിറക്കുന്ന 2 വരി പുറത്താക്കൽ നടപടിയുടെ ഉത്തരവ് കൊണ്ട് പുറത്താക്കാൻ കഴിയുന്നില്ല? അതിനുള്ള ശേഷി എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ എന്ന ഒറ്റ വ്യക്തിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഉള്ളതേ ഉള്ളോ ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന ചോദ്യവും ഏറ്റവും പ്രസക്തമാണ് മനു.